നമുക്കിന്ന് അംഗൻവാടിയിലേക്ക് പോകണം. ഫസ്റ്റ് ദിവസത്തിന്റെ ഗെറ്റ് ഡേ വിത്ത് ആൻഡ് സേറ ഡിവോൺ കണ്ടാലോ? എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സേർക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ, ഓക്കെ ആയിരുന്നോ അതോ എന്തെങ്കിലും അലമ്പുണ്ടായിരുന്നോ എന്നൊക്കെ. പക്ഷേ ഈസി ആയിരുന്നു. ഫസ്റ്റ് ഡേ വളരെ ഈസി ആയിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളായിരുന്നു ഇത്രയധികം കോംപ്ലിക്കേറ്റഡ്. എന്തായാലും സേർക്കുട്ടി രാവിലെ തന്നെ എണീറ്റ് പാലൊക്കെ കുടിച്ച് അപ്പാപ്പന് പോണേറ്റ് മുന്നേ ഒരു ഉമ്മയും സ്തുതിയൊക്കെ കൊടുത്ത് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ പതിവിലും നേരത്തെ എണീറ്റ് എന്ന് വെച്ചാലും ഒരു ടൈം ടേബിളും ഒരു ഓർഡറൊന്നും ആവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ലാഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സേർക്കുട്ടീനെ വേഗം കുളിയും പരിപാടികളൊക്കെ കഴിച്ച് ഞാൻ അവൾക്കുള്ള പട്ടുപാവാടയും തേച്ച് സേർക്കുട്ടീനെ പട്ടുപാവാട ഇടുന്ന ചടങ്ങിലേക്ക് എത്തി. സാധാരണ പട്ടുപാവാട ഇടാനൊന്നും താനാം സമ്മതിക്കാറില്ല. ഇന്നെന്തോ സ്കൂളിൽ പോകണ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു താനാമയും. അതുകൊണ്ട് തന്നെ മുടി 2 സൈഡിൽ കെട്ടാനും വാച്ച് കെട്ടാനും എല്ലാത്തിനും ഗഡി ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഹാപ്പി. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞത് ഈ തമ്പാച്ചൻ്റെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിയൊക്കെ കൊടുത്ത് നവംബർ 1 സേർക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടായിരിക്കുകയാണ്.